ഈ വീഡിയോ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെന്നൈയിലോട്ട് പോകുന്നതാണ്. റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണുക. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കോഴിക്കോട് നിന്ന് നൈറ്റ് 8:30-ക്കായിരുന്നു ട്രെയിന്. ബാംഗ്ലൂർ ടു ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിരുന്നു. അത് അടുത്ത ദിവസം രാവിലെ ഒരു 8:30-ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തും. ഞങ്ങൾ ആവടിയിലാണ് ട്രെയിൻ ഇറങ്ങിയത്. അവിടെ നിന്ന് അച്ഛൻ്റെ റൂമിലേക്ക് പോകണം. തിരുമുലാവായിലാണ് അച്ഛൻ്റെ റൂമുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ ഫ്രഷായിട്ട് പിന്നെ അച്ഛൻ്റെ ഓഫീസിലോട്ട് പോകണം. അപ്പം ഞങ്ങൾ പോകുന്ന ട്രെയിൻ ഡയറക്റ്റ് തിരുമുലാവായിലേക്ക് പോകുന്നില്ലായിരുന്നു. അപ്പം ആവടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരുമുലാവായിലോട്ട് അടുത്ത ട്രെയിനിൽ പോവുകയാണ് ചെയ്യുന്നത്. മാമനും മാമിയും ഷൊർണൂരിൽ നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും ഓൾറെഡി ചെന്നൈയിലായിരുന്നു. അവർ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരുമുലാവായിലോട്ട് ട്രെയിൻ കയറി അച്ഛൻ്റെ റൂമിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, റെഡിയായി. ഞങ്ങൾ അച്ഛൻ്റെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. തിരുമുലാവായിൽ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ചെന്നൈ സെൻട്രലിലോട്ട് പോവുകയാണ്. എഗ്മോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ് അച്ഛൻ്റെ ഓഫീസുള്ളത്. ഇതാണ് അച്ഛൻ്റെ ഓഫീസ്. നന്നായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫംഗ്ഷന് വേണ്ടിയിട്ട്. ചെന്നപ്പോൾ ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. ഓഫീസേഴ്സൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്കും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും അച്ഛനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ അച്ഛന് ഒത്തിരി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വലിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത്. നമ്മുടെ കേരളത്തിൽ പോലെയുള്ള റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ അല്ല കേട്ടോ നമ്മുടെ തമിഴ്നാട്ടിലുള്ളത്. എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഫംഗ്ഷൻ കഴിഞ്ഞു. ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി.